കമന്റും ലൈക്കൊക്കെ അടിച്ചു കഴിഞ്ഞെങ്കിൽ കമന്റ് വീഡിയോ കഴിഞ്ഞിട്ട് മതി. സബും ലൈക്കൊക്കെ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ UK കുറിച്ച് ഒരുപാട് കുറ്റം പറയാനുണ്ട്. കാര്യം ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിലും ഞാൻ UK താമസിച്ചിരുന്ന ഒരു പേഴ്സണാണ്. സോ എന്തായാലും എനിക്ക് കുറച്ച് കുറ്റം പറയാനുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരിയ എന്ന് പറയുന്ന വ്യക്തി, എനിക്ക് തോന്നുന്നു ആ പേര് അങ്ങനെ തന്നെയാണ്, അങ്ങനെയൊരു UK നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ പോയ ഒരു നേഴ്സിന്റെ ഒരു വീഡിയോ കാണലുണ്ടായി. വീഡിയോ കണ്ടു കഴിഞ്ഞ് അന്നേ ഞാൻ റിയാക്ഷൻ കൂടി ഇടണമെന്ന് വിചാരിച്ചാണ്. പിന്നെ നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടാത്തതിന്റെ പേരിലും പിന്നെ കുറച്ച് മടിയൊക്കെ കാരണം നീണ്ടുപോയി. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങളും എന്തായാലും ആ വീഡിയോനെ കുറിച്ച് പറയാനുണ്ട്. സോ ഈ വ്യക്തി UK നേഴ്സായി വർക്ക് ചെയ്തതാണ്. റെസിഗ്നേഷനൊക്കെ കൊടുത്ത് ഇപ്പൊ നാട്ടിലാണ് താമസിക്കുന്നത്. ആളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആള് UK പോയിട്ട് ആ UK എന്ന് പറയുന്ന കൺട്രീനെ കുറിച്ച് ഒരു നല്ല കാര്യം പുള്ളിക്കാരത്തേക്ക് പറയാനില്ല. അതിനകത്ത് എടുത്തു പറയേണ്ട അലിഗേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നം UK എന്ന് പറയുന്ന ഒരു സ്ഥലം വെതർ പുള്ളിക്കാരത്തേക്ക് ഒട്ടും ഇഷ്ടമായില്ല. അപ്പൊ വെതർ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അവിടെ തണുപ്പാണല്ലോ. സോ തണുപ്പ് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമേ ആയിട്ടില്ല. ഞാൻ ചിന്തിക്കുന്നത് UK പോകുന്നതിന് മുമ്പ് UK വെതറിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തൊരു പേഴ്സണാണ് ഇവര്. അത് പറയാം. പിന്നെ പറയുന്നത് UK ആളുകൾ ഒട്ടും ശരിയല്ലെന്ന്, അതായത് എല്ലാവരും റേസിസ്റ്റ് ആണെന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതായത് ഒരു പക്ഷെ അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും പറയുന്നത്, അതായിരിക്കും അവരുടെ മനസ്സിൽ. പക്ഷെ ആ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മളൊരു രാജ്യത്തെ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ അടച്ചാക്ഷേപിക്കുക എന്ന് പറയത്തില്ലേ, അവിടെ ജീവിച്ച് അവിടെയുള്ള ആളുകളുമായി ഇടപഴകി അവിടെ വർക്ക് ചെയ്ത് അങ്ങനെ അവിടെ ജീവിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ ആശയങ്ങളോടൊന്നും ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച വല്ല വ്യക്തികളാണെങ്കിൽ അധികം ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാതെ എങ്ങനെയൊക്കെയോ നഴ്സിംഗ് പഠിച്ച് എങ്ങനെയൊക്കെ UK UK അപ്പോഴെല്ലാം സ്വർഗമാണെന്ന് വിചാരിച്ച് ഒരു വ്യക്തി അവിടെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കില്ല അവർക്ക് അവിടെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ്. അത് ഒരിക്കലും ആ ഒരു കൺട്രിയുടെ പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനും അവിടെ വർക്ക് ചെയ്ത പേഴ്സണാണ്. അവിടെ വർക്ക് ചെയ്ത് എനിക്കങ്ങനെ ഇവർ പറയുന്നത് പോലെ അവിടുത്തെ വെതർ ഒന്നിനും കൊള്ളില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് ഇനിയും ഒരു ചാൻസ് കിട്ടിയ ഒരു പക്ഷെ ആ സ്ഥലത്ത് പോയി വർക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നതിന് ഏറ്റവും മെയിൻ റീസൺ അവിടുത്തെ വെതറാണ്. അവിടുത്തെ വെതർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നല്ല തണുപ്പാണ്. അപ്പം എല്ലാവർക്കും ഓരോരുത്തരുടെ എന്താ പറയുക ഇഷ്ടങ്ങൾ വ്യത്യസ്തമായിരിക്കും അല്ലേ. പക്ഷെ ഈ പുള്ളിക്കാരത്തി പറയുന്നത് ഒന്നിനും കൊള്ളത്തില്ല. അയ്യോ നമ്മുടെ നാട് സ്വർഗമാണ്. ഓഫ് കോഴ്സ് നമ്മുടെ നാട്, നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന നമ്മുടെ കേരളം എന്ന് പറയുന്നത് എല്ലാവർക്കും അവനവരുടെ നാട് പൊന്നാണ്. കാരണം നമ്മുടെ വീട്ടുകാർ, നാട്ടുകാർ, നമ്മുടെ ഫ്രണ്ട്സ്, മിക്ക ആളുകൾ നമ്മുടെ ചുറ്റിലുള്ള സ്ഥലമാണ്. പക്ഷേ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇപ്പം ഞാൻ UK പോകാൻ തീരുമാനിക്കുമ്പോൾ എന്നെ ഒരിക്കലും UK നിന്ന് ഒരു വ്യക്തി വന്ന് എൻ്റെ കയ്യിൽ വലിച്ച് നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ, UK താമസിക്കണം, അങ്ങനെ നമുക്ക് ആരും നമ്മളെ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് അടിമകളായി UK കൊണ്ടുപോകുന്നില്ല. നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഏതൊരു നഴ്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പഠിച്ചു കഴിയുമ്പോൾ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ മിക്ക ആളുകളും ഞാൻ പറയും, അവർ പറയും എനിക്ക് പഠിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ IELTS അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്ത് വേഗം ഓവർസീസ് പോകണം, ഒരുപാട് പൈസ ഉണ്ടാക്കണം, നല്ല ലൈഫ് സ്റ്റൈൽ ആകണം എന്നൊക്കെയാണ് ആളുകൾ പറയുക. മിക്ക ആളുകളുടെയും അഭിപ്രായം അങ്ങനെയാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്ക് നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമുണ്ട്. ഓക്കെ, സോ അത് നമ്മുടെ ചോയ്സ് ആണ്. എവിടെ നിൽക്കണം, നാട്ടിൽ നിൽക്കണോ അല്ലെങ്കിൽ UK പോകണോ, ഒരാളും നമ്മളെ വലിച്ചഴിച്ച് എവിടെയും കൊണ്ടുപോകുന്നില്ല. ഇനി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമല്ല നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനുള്ള തീരുമാനവും നമ്മുടെയാണ്. എന്ന് വെച്ച് എൻ്റെ അതേ മനസ്സാണ് അവിടെയുള്ള ബാക്കി എല്ലാ ആളുകൾക്കും ഈ സ്ഥലം ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള അങ്ങനെയുള്ള വളരെ തെറ്റായ ഒരു ധാരണ സമൂഹത്തിന് ഇട്ടുകൊടുക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരുപാട് കുട്ടികൾ ഞാൻ പറഞ്ഞ പോലെ പഠിച്ച് UK പോകാൻ, ഓസ്ട്രേലിയക്ക് പോകാൻ, കാനഡയ്ക്ക് പോകാൻ, US പോകാനൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് ഇങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ കൊണ്ടു ചെന്നിടുക. അവിടുത്തെ ആളുകൾ മോശമാണെന്ന്. ഇതൊക്കെ എന്തിന്റെ ബേസിലാണ് പറയുന്നത്? നമ്മൾ ഏത് സ്ഥലത്തും ഇപ്പൊ കേരളമാണെങ്കിലും എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല. ഒരുപാട് മോശം അനുഭവം ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും മോശമായ ആളുകളും ഒത്തിരി നല്ല ആളുകളുണ്ടായിരിക്കും. സോ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ആ കൺട്രീനെ മൊത്തത്തിൽ ആക്ഷേപിച്ച് ഇങ്ങനെയൊരു വീഡിയോ ഇടുന്നത് വളരെ മോശമാണെന്ന് പറയാം. വളരെ മോശം. ആ വീഡിയോയില് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ആ വ്യക്തി പറയുന്നുണ്ട്, ഈ വീഡിയോയുടെ വ്യക്തി പറയുവാണ്, ഞാൻ 3 ദിവസം ഡ്യൂട്ടിക്ക് പോകുന്നു, ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന പുതപ്പിനിടയിൽ പുതച്ചു മൂടി കിടക്കുന്നു. അത് ആ വ്യക്തി സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് ആ വ്യക്തി എങ്ങനെ തൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പുതച്ച് മൂടി കിടക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ഓപ്ഷനാണ്. അല്ലാതെ ലൈഫിൽ വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടോ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെ UK എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് പുറത്ത് പോകുന്നതിനോ അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു കൺട്രി ഒന്നുമല്ല. അല്ലെങ്കിൽ നമുക്കൊന്ന് എക്സസൈസ് ചെയ്യാൻ പോകാനോ എല്ലാ കാര്യങ്ങൾക്കും ഫ്രീഡം ഉള്ള ഒരു കൺട്രിയാണ്. പക്ഷെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് മടി പിടിച്ച് നമ്മൾ പുതപ്പടിയിൽ കയറി പുതച്ച് മൂടി കിടന്ന് ഉറങ്ങുന്നതിന് അതിനും കുറ്റം ആ നാടിനാണെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരുപാട് ആ വീഡിയോ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഈ വ്യക്തി എത്രമാത്രം ഒട്ടും നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഒരു ലോകം കാണാത്ത ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സ്ഥലത്ത് പോയി, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി എന്ന് തന്നെ പറയണം, അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ഒരു നല്ല കാര്യങ്ങളും ലൈഫിലേക്ക് എടുക്കാൻ കഴിയാതെ കാണുന്നതിൽ മൊത്തം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് അത് തൻ്റെ ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുക എത്ര മോശമായ കാര്യമാണ്. ഇപ്പം നമ്മൾ പറയണം, ഇന്നൊരു കൺട്രീനെ കമ്പയർ ചെയ്യുമ്പോൾ UK ഇച്ചിരി സാലറി കുറവാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആളുകൾക്കൊരു ഇൻഫർമേഷൻ അല്ല കൊടുക്കുന്നത്. ആളുകളോട് UK പോകരുത്, UK പോലൊരു മോശം സ്ഥലമില്ല, എൻ്റെ ജീവിതം താറുമാറായി എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ എന്താണ് സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ഒരുപാട് ആളുകൾ മേ ബി നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടും, അവർ പറഞ്ഞതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ശരിയാണ്, UK പോയോണ്ട് ഞങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ പറഞ്ഞില്ലേ, UK എനിക്കിപ്പോഴും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓരോ വ്യക്തികളും എങ്ങനെ തങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ, ഇപ്പൊ ചില ആളുകൾ അടിച്ചൊളിച്ച് കിട്ടുന്നത് മൊത്തം കളഞ്ഞ്, അല്ലെങ്കിൽ ചില ആളുകൾ ഭയങ്കര ലേസി ആയിരിക്കും. പക്ഷെ ആ സെയിം ടൈമിൽ ചില ആളുകൾ അവരുടെ ലൈഫ് എങ്ങനെയെങ്കിലും ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും അടിപൊളിയാക്കണം. അങ്ങനെ ഒരു ആഗ്രഹമുള്ളവർക്ക് മാത്രമേ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കിട്ടുന്നതും കാണുന്നതും മൊത്തം കുറ്റം പറഞ്ഞ് നമ്മുടെ മറിയ സച്ചിനെ പോലെ. ഞാൻ ആ വീഡിയോ കാണുമ്പോൾ ഞാൻ ആലോചിക്കുക, പുള്ളിക്കാരത്തി അവിടെ കുറച്ച് നാളുകൾ നിന്നു എന്ന് പറയുന്നുണ്ട്. ഒന്നും ലൈഫിൽ ഒന്നും നല്ലത് പുള്ളിക്കാരത്തേക്ക് കാണാനോ കേൾക്കാനോ പറ്റിയിട്ടില്ല. ഞാൻ വീണ്ടും ഇപ്പം നമ്മളൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം നേരം വെളുത്ത് ഞാൻ എന്ന് UKക്ക് അങ്ങനെ പോകുന്നതല്ല. നമ്മൾ ആ രാജ്യത്തെക്കുറിച്ച്, അവിടുത്തെ ശമ്പളം, അവിടുത്തെ ആളുകൾ, അവിടുത്തെ വെതർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബേസിക് നോളജെങ്കിലും കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അല്ലാതെ ഇവിടെ നിന്ന് ഞാൻ UKക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ തന്നെ ഞാൻ സ്വർഗത്തിലെത്തി എന്ന് വിചാരിച്ച് ഒരുപാട് മനസ്സിൽ ഓൾറെഡി ഇല്ലാത്ത, അതായത് എനിക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ ലൈഫ്, ഞാൻ ഭയങ്കര അടിപൊളിയായിരിക്കും എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ വേണം. പക്ഷെ നമ്മൾ പറയത്തില്ലേ, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പോകുന്ന ആളുകൾക്കായിരിക്കും നമ്മുടെ മരി ചേച്ചിയുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എനിക്ക് പറയാനുള്ളത്, എല്ലാ സ്ഥലങ്ങളിലെ പോലെ UKയിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെഫിനറ്റ് ആയിട്ടും ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു ലൈഫില്ല. അതിപ്പോൾ നിങ്ങൾ UK വന്നാലും ഓസ്ട്രേലിയ വന്നാലും ഇനി എവിടെയൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ എവിടെ പോയാലും നമ്മൾ രക്ഷപ്പെടും. അല്ലാതെ ഞാനൊന്നും ചെയ്യത്തില്ല, എനിക്ക് വെതർ പിടിച്ചില്ല, ഞാൻ മൂടി പൊതച്ച് കിടന്നേ ഉറങ്ങത്തുള്ളൂ, ഞാൻ ഇങ്ങനെയൊന്നുമില്ല പ്രതീക്ഷിച്ചത്, എന്ത് വൃത്തികെട്ട സ്ഥലമാണ്, അല്ലെങ്കിൽ കാണുന്ന ആളുകൾ മൊത്തം അവരെ മോശമായി പറയുക, അങ്ങനെ ഒരു മുൻവിധി വെച്ചുകൊണ്ട് എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഒരുപാടൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ UK എന്ന് പറയുന്ന കൺട്രി ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പോഴും അവിടുത്തെ എൻ്റെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ കീപ്പ് ചെയ്തു പോകുന്ന ഒരു പേഴ്സണാണ്. നാളെ എനിക്ക് അങ്ങോട്ടൊന്ന് തിരിച്ചു പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അത്രയ്ക്കും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് തന്നെയാണ്. പിന്നെ ഓസ്ട്രേലിയക്ക് പോകുന്നത്, അത് നമ്മുടെ പേഴ്സണലായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് റീസൺസ് അതിനും എനിക്ക് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, എവിടെ വന്ന ഇപ്പം ഓസ്ട്രേലിയയിലാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലങ്ങളെ പോലെ കുറച്ച് മോശവശങ്ങളുള്ള ഒരു സ്ഥലം തന്നെയാണ്. അല്ലാതെ കാണുന്നതിൽ മൊത്തം ഇല്ല. ആ പരിപാടി നമുക്ക് എന്തായാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും UK, ഓസ്ട്രേലിയ അങ്ങനത്തെ സ്ഥലങ്ങളിലെ നേഴ്സിംഗ് കാര്യങ്ങളോ അല്ലെങ്കിൽ ജനറൽ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻസുകളായി രേഖപ്പെടുത്തുക. ഡെഫിനറ്റ്ലി എനിക്ക് പറ്റാവുന്ന വിധത്തിൽ ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.